ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് റവ, 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി, വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് ഞാൻ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ആദ്യം നമുക്ക് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് കുത്തിപ്പൊടിച്ചെടുക്കണം. ബീട്രൂട്ടിന് പകരം നമുക്ക് ക്യാരറ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ബീട്രൂട്ടാണെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പം ആ ഉപ്പുമാവിന് മൊത്തം ആ ബീട്രൂട്ടിൻ്റെ കളറ് പിടിച്ച് വേറെ എന്തോ ഒരു ഡിഷായിട്ട് നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഇത് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഇത് കാണുമ്പം വേറെ ഒരു ഉപ്പുമാവാണെന്ന് തോന്നത്തില്ല, വേറെ എന്തോ ഒരു പലഹാരമായിട്ട് കുട്ടികൾക്ക് തോന്നും. എന്നാൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിച്ചാൽ ശരീരത്തിന് നല്ല ഗുണമുള്ള വെജിറ്റബിളാണ്. ഇത് തീരെ ചെറിയ പൊടിയായിട്ട് വേണം ഇത് അരിയാൻ. അന്നേരം ഇത് പെട്ടെന്ന് ഇത് വെന്ത് ഇത് ഉപ്പുമാവിനകത്താണെങ്കിൽ ഇങ്ങനെ കഷ്ണമായിട്ടൊന്നും കിടക്കത്തില്ല. അല്ലാതെ തീരെ ചെറുതായിട്ട് അരിയാമെങ്കിൽ അങ്ങ് ഇതിൻ്റെ കൂടങ്ങ് റവയുടെ കൂടങ്ങ് നല്ലോണം ചേരും. അതുപോലെ തന്നെ സവാള അതുപോലെ ചെറുതായിട്ട് അരിയണം. ഇഞ്ചിയും ചെറുതായിട്ട് കുത്തിപ്പൊടിച്ചെടുക്കണം. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് ഇപ്പോൾ 1.5 കപ്പ് റവ ഇടണം. റവ ഇട്ട് ആ നെയ്യ് കിടന്ന് തീ കുറച്ച് വെക്കണം. ഈ റവയുടെ കളറൊന്നും മാറാതെ നമ്മൾ കൈവിടാതെ അത് ഇളക്കി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഒരു മൂത്ത ഒരു മണം വരും. ഇത് ഒന്നേ തൊടാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു പരുവമുണ്ട്. ആ പരുവത്തിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റണം. പിന്നെ നമ്മുടെ അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഉഴുന്ന് പരിപ്പിൻ്റെ ആ കളറ് മാറി തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടണം. ഇട്ട് അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി വരുമ്പോഴത്തേക്ക് ഉണക്കമുളക് നമ്മൾ ചെറുതായിട്ട് ചെറിയ പീസാക്കി, തീരെ ചെറിയ പീസല്ല, ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഇളക്കി. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് വെച്ച ഇഞ്ചി ഇട്ട് പിന്നെ നമുക്ക് ബീട്രൂട്ടും കൂടെ അതിൻ്റെ പുറകിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട് അതിന് ശേഷം അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി നല്ലോണം ഇങ്ങനെ ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് നല്ലോണം വെള്ളത്തിലും കിടന്ന് നല്ലോണം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പീസായിട്ടൊന്നും കിടക്കത്തില്ല. പിന്നെ അടച്ച് വെച്ചൊരു 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഒന്ന് വാടി വരണം 1 മിനിറ്റ്. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് പിന്നെ ലാസ്റ്റാണ് ഞാൻ ഉണക്കമുന്തിരി ഇടുന്നത്. കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയാണ് അതിലേക്ക് ഇടുന്നത്. ഉണക്കമുന്തിരി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് വെന്ത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് അത് അതിൻ്റെ തൊലിയൊക്കെ പോയി ഒരുമാതിരി ഫെയ്ഡായിട്ടിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് നല്ലോണം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും ആ ഉണക്കമുന്തിരി അതുപോലെ തന്നെ കിടക്കും. ഇതിലോട്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, ആ അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്.
ഇത് ഇത് ഇളക്കി ഇതിലേക്ക് ആദ്യം നമ്മൾ വെജിറ്റബിൾസിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇതിന് റവയ്ക്കും കൂടെ കണക്കാക്കി ഉപ്പിട്ട് പിന്നെ ബാക്കിയുള്ള നെയ്യും കൂടെ അതിലൊഴിച്ച് ഇളക്കി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മൂടി തുറന്നിട്ട് കുറേശ്ശെ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് ഇളക്കി തീ കുറച്ച് വെച്ച് ഇളക്കി ഇങ്ങനെ നല്ലോണം റവ റോസ്റ്റായിട്ട് ഉള്ളതാണെങ്കിൽ നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് നല്ല പൂ പോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. കുഴഞ്ഞ പരുവത്തിലിരിക്കത്തില്ല. നമുക്ക് ഈ റവ റോസ്റ്റ് ചെയ്യുന്നത് സമയം കുറച്ചെടുത്ത് റോസ്റ്റ് ആയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോവും. നല്ലോണം റോസ്റ്റ് ആയതാണെങ്കിൽ ഇങ്ങനെ നല്ല പൂ പോലെ ഇങ്ങനെ ഇതുപോലെ വരും. പിന്നെ ലാസ്റ്റാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി ഇതുപോലെ എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. കാര്യം ഇത് പഞ്ചസാര ചേർത്തെന്ന് വെച്ചാൽ മധുരം ഒന്നും വരത്തില്ല. ഇതെല്ലാം കൂടി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ നല്ല നെയ്യ് ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും ഇത് ഉപ്പുമാവ്. ഇത് നമുക്ക് പഴം കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ കറി കൂട്ടി എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ് പഞ്ചസാര ചേർത്ത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടേക്ക് കെയർ. ബൈ ബൈ.